മഴയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളില് മഴയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും എല്ലാം ഉണ്ടായിരുന്നല്ലേ? കുഞ്ഞുങ്ങൾ എല്ലാവരും സേഫ് ആയിരുന്നോ? യേശുപ്പച്ചനാണ് നിങ്ങളെ സേഫായി കാത്തത്. അതുകൊണ്ട് യേശുപ്പച്ചനോട് നന്ദിയുള്ളവരായിരിക്കാം. ഇന്നും നമുക്ക് മനോഹരമായ പാട്ടും ആക്ഷനും കഥകളും ഒരുപാട് ആക്ടിവിറ്റീസുകളും ഉണ്ട്. കഴിഞ്ഞ ആഴ്ച എങ്ങനെയുണ്ടായിരുന്നു കുട്ടീസ്? ഇഷ്ടപ്പെട്ടോ? യെസ്, ഇഷ്ടപ്പെടാതിരിക്കോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. പാട്ടും ആക്ഷനും എല്ലാം ഇഷ്ടപ്പെട്ടു. ഇന്ന് നമ്മൾ മനോഹരമായ ഒരു ഹിന്ദി സോങ് ആണ് പഠിക്കുന്നത്. ഇന്ന് നമുക്ക് വേണ്ടി ആ പാട്ട് പഠിപ്പിക്കുന്നത് ആരാണെന്ന് അറിയാമോ? ജീന ചേച്ചിയും പ്രീതി ചേച്ചിയും. ആ മനോഹരമായ പാട്ട് പഠിച്ചിട്ട് നമുക്ക് തിരികെ വരാം. ഓവർ ടു ജീന ചേച്ചി ആൻഡ് പ്രീതി ചേച്ചി. ഹലോ എവരിവൺ, വെൽക്കം ടു കുട്ടീസ് വേൾഡ്. കുട്ടീസ് വേൾഡിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കുന്നു അല്ലേ? ഓക്കെ, ഭയങ്കര സന്തോഷത്തിൽ ഒരു പുതിയൊരു പാട്ട് നമുക്ക് പഠിച്ചാലോ? ഇന്നൊരു ഹിന്ദി പാട്ട് പഠിച്ചാലോ നമുക്ക്? യെസ്, ഒരു ഹിന്ദി പാട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ജസ്റ്റ് അതിന്റെ അർത്ഥം കൂടെ ഞങ്ങൾ പറഞ്ഞുതരാം. ലെറ്റ്സ് ഗോ ലെറ്റസ് ഗോ ഹം ആകെ ചലേംഗെ. ഈ പാട്ട് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നു. അപ്പൊ അറിയുന്ന കൂട്ടുകാർ ഞങ്ങളോട് ചേർന്ന് ഈ പാട്ട് പാടണം. ഓക്കെ ഓക്കെ, യെസ്, ദീസ് ആർ ഓൾ ആർ റെഡി. ഓക്കെ, അപ്പം ജസ്റ്റ് അതിന്റെ മീനിങ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ലെറ്റസ് ഗോ ഹം ആകെ ചലേംഗെ. ലെറ്റ്സ് ഗോ ലെറ്റസ് ഗോ, നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാം. ഹം ആകെ ചലേംഗെ, നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകാം. യെസ്, കഭി നാ ലോട്ടേംഗെ, ഒരിക്കലും തിരിച്ചു വരില്ല. പുറമോട്ട് നോക്കാതെ പാടില്ല. അപ്പൊ നമ്മുടെ ബൈബിളിൽ ആരാ പുറമോട്ട് നോക്കിയത്? ആരാ നോക്കിയത്? എല്ലാരും പറയൂ, ആരാ നോക്കിയത്? നിങ്ങൾക്കറിയാമോ ആരാ ബൈബിളിൽ പുറമോട്ട് നോക്കിയത്? ഒരാണ്ടല്ലോ, ഒരു ലേഡി. കറക്റ്റ്, ലോത്തിന്റെ. യെസ്, ലോത്തിന്റെ വൈഫ്. പുറമോട്ട് നോക്കരുതെന്ന് പറഞ്ഞിട്ട് ലോത്തിന്റെ വൈഫ് എന്ത് ചെയ്തു? ഷീ ലുക്ക്ഡ് ബാക്ക്. അപ്പം നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ ചെയ്ത എല്ലാ നന്മകളിലും നമ്മൾ കർത്താവിനെ എന്നും സ്തുതിച്ച് പാടണം. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, കഭി ആകെ ആകെ ഹം മിൽക്കർ ചലേംഗെ, യേശു കോ ദേഖ് കെ ആകെ ചലേംഗെ. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകാം. യേശുവിനെ നോക്കിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. ऐसा काम मैं करूंगा अभी. നമുക്ക് ഇങ്ങനെ ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാം. നല്ല പ്രവൃത്തി നമുക്ക് കർത്താവിന് വേണ്ടി ചെയ്യാം. പീछे की बात को भूल कर चलूंगा. പിന്നിലുള്ളതിനെ മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. യേശു को मैं थामे रहूंगा. യേശു ഒരിക്കലും, ഞാൻ എന്നും യേശു അപ്പച്ചനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും എൻ്റെ കൂടെ ഞാൻ കർത്താവിനെ കൈകൊണ്ട് നടക്കും. अच्छा इनाम मिलेगा मुझको. God will give me a good gift in my life. Okay, so നല്ലൊരു പാട്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് പാടാൻ പോവുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ റെഡിയാണോ? Yes, very good. Okay, so ready you are? ആദ്യം പ്രീതി ആന്റി പാടും, പിന്നെ നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, all right. Okay, let's go let us go हम आगे चलेंगे. let's go let us go कभी ना लौटेंगे. let's go let us go हम आगे चलेंगे. let's go let us go कभी ना लौटेंगे. आगे आगे हम मिलकर चलेंगे. यीशु को देखिए आगे चलेंगे. आगे आगे हम मिलकर चलेंगे. यीशु को देखे आगे चलेंगे. let's go let us go हम आगे चलेंगे. let's go let us go कभी ना लौटेंगे. wow, it was wonderful song. ഈ പാട്ടിന്റെ ബാക്കി നമുക്ക് അതിന്റെ ആക്ഷനോട് ഇപ്പൊ കാണാം. over to the song. आगे आगे हम मिलकर चलेंगे. यीशु को
ഓക്കെ കൂട്ടുകാരെ, സോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആയിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ സോങ് പോലെ ആകെ ആകെ പോയിക്കൊണ്ടിരിക്കാം. ഓക്കെ, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. പിന്നിലുള്ളതൊന്നും നോക്കാതെ നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? अच्छा इनाम കിട്ടും. God will give us a good gift. Okay. അപ്പോൾ ഈ പാട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ പാട്ട് നിങ്ങൾ പഠിക്കണം, ഇത് ആക്ഷൻ പഠിക്കണം, ഇതിന്റെ വീഡിയോസ് ഞങ്ങൾക്ക് അയച്ചു തരണം. ഓക്കെ, സോ ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. സോ വീണ്ടും പുതിയ പാട്ടുമായിട്ട് അടുത്ത ആഴ്ച ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. Till then, bye bye. നല്ല സൂപ്പർ ആയിരുന്നല്ലേ? അതിന്റെ നടുക്ക് ഒരു കൊച്ചു കൂട്ടുകാരൻ മൈക്ക് കൊണ്ട് പാട്ടൊക്കെ പാടുന്നത് എങ്ങനെയുണ്ടായിരുന്നു? രസമായിരുന്നു അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ മനോഹരമായ ക്രാഫ്റ്റിലേക്കാണ് പോകുന്നത്. ഇന്ന് നമുക്ക് വേണ്ടി ക്രാഫ്റ്റ് ചെയ്യുന്നത് പിൽഹ ചേച്ചിയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ക്രാഫ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? കൊച്ചു വീട് എല്ലാരും ഉണ്ടാക്കിയോ? പപ്പയും മമ്മിയും കാണിച്ചോ? ഇന്ന് നമ്മൾ മനോഹരമായ ക്രാഫ്റ്റിലേക്ക് പോവുകയാണ്. അതിനായിട്ട് പിൽഹ ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. കൂട്ടുകാരെ, കുട്ടീസിന്റെ പുതിയ ക്ലാസ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു പെൻ സ്റ്റാൻഡ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് A4 സൈസിലുള്ളൊരു പേപ്പർ ആവശ്യമാണ്. അതിനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യണം. നേരെ പകുതിയായിട്ടല്ല, ഇച്ചിരി നീക്കി ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് കട്ട് ചെയ്യണം. 2 പേപ്പർ കിട്ടും. ഈ ഓർമ്മത്തിനെ നമ്മൾ 6 ചെയ്ത് ഫോൾഡ് ചെയ്യണം. ഈ ഫോൾഡ് ചെയ്തതിനു ശേഷം ഇവിടെയായിട്ട് നമ്മൾ സ്റ്റേപ്പിൾ ചെയ്യുന്നു. ഇതിന്റെ ബാക്കി പേപ്പർ ഒന്നുകിൽ ഒരു കാർഡ്ബോർഡ് പീസ് അല്ലെങ്കിൽ ഇതുപോലെ തെർമോക്കോൾ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അതോടെ പശ തേച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരിക്കുന്നത് സൈഡിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ പെൻസിൽ റെഡി ആയിരിക്കുകയാണ്. അപ്പം കൂട്ടുകാർ ഇതുപോലെ ചെയ്തിട്ട് കുട്ടീസിന്റെ പെൻസിൽ പെൻസിലും പേനകളും എല്ലാം അതിൽ സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് കൂട്ടുകാരോട് പറയാ ഞാൻ ഉണ്ടാക്കിയതാ എന്ന് പറയണം. കുട്ടീസ് വെള്ളിലൊരു താങ്ക്സ് കൂടി പറയണം. മനോഹരമായ ക്രാഫ്റ്റ് ചെയ്ത പിൽഹ ചേച്ചി ദൈവധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇനി നമ്മൾ മനോഹരമായ ഒരു ടാസ്കിലേക്ക് പോവുകയാണ്. ആ ടാസ്ക് എന്ന് കേൾക്കുമ്പോൾ ചില കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു. അവരുടെ മുഖമൊക്കെ കണ്ടോ? ഇനി നമ്മൾ ടാസ്ക് ആണ്. ആ ടാസ്ക് ചെയ്യുന്നത് വേറെ ആരുമല്ല, ജോബി സാർ. ജോബി സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടം. ജോബി സാറാണ് മനോഹരമായ ടാസ്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ബോറടിക്കത്തില്ല. അതിനായി മനോഹരമായ ടാസ്ക് ചെയ്യാൻ വേണ്ടി ജോബി സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം അങ്കിളിൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ ബർത്ത്ഡേ വന്ന സമയത്ത് അവൻ്റെ കൊച്ചു കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ചു വലിയ ആസ്വദിച്ച് അവർ കഴിക്കുകയാണ്. ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കൊച്ചു കൂട്ടുകാരൻ എന്ത് ചെയ്തു? വേഗത്തിൽ ഇച്ചിരി കേക്കിൻ്റെ ഒരു ഭാഗം എടുത്ത് അവൻ്റെ മുഖത്ത് തൂത്തു. അവന് വലിയ സന്തോഷം തോന്നി. അടുത്തയാൾ മുഖത്ത് മുഴുവൻ കേക്കിൻ്റെ ക്രീമൊക്കെ വെച്ച് പരട്ടി. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ നോക്കിയപ്പോൾ ഒരുപാട് ഫോട്ടോസ്, അവിടെ വന്നവരൊക്കെ ബർത്ത്ഡേയുടെ ഫോട്ടോസ് അയച്ചു. കേക്ക് കഴിക്കുന്നത്, മുഖത്ത് തൂക്കുന്നതൊക്കെ ഫോട്ടോസ് അയച്ചു. വലിയ സന്തോഷമായി. അപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേയിലും ഇതേപോലെയുള്ള ആഘോഷങ്ങളുടെയും വലിയ സന്തോഷത്തിൻ്റെ എല്ലാവരും കൂടി വന്ന് കൂട്ടുകാർ, മാതാപിതാക്കൾ, നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ കൂടി വന്ന അവസരങ്ങളുണ്ടാകും അല്ലേ? അപ്പോൾ ഇന്ന് മനോഹരമായ ഒരു ടാസ്ക് അങ്കിൾ തരാൻ പോവുകയാണ്. എന്താ ടാസ്ക് എന്നറിയാമോ?
നിങ്ങളുടെ ബർത്ത്ഡേ ആഘോഷം, ഏതെങ്കിലും ഒരു ബർത്ത്ഡേയുടെ ആ ആഘോഷം, അതിൻ്റെ സെലിബ്രേഷൻ്റെ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തരിക. ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ ആഘോഷിച്ച ദിവസമുണ്ടല്ലോ, നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് കേക്കൊക്കെ മുറിച്ച് നിന്നൊരു സമയമുണ്ടല്ലോ, അത് ഏതാണെങ്കിലും ഞങ്ങൾ അയച്ചു തരിക. പ്രത്യേകിച്ച് അതിൻ്റെ ഒപ്പം തന്നെ ഈ ടാസ്ക് ചെയ്യുമ്പോൾ തന്നെ ഓർക്കുക, ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം കൂട്ടുകാരോട് പറയാനുള്ളത്, ഈ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുക. അല്ലേ, നമുക്ക് ഈ ഭൂമിയിൽ ജനിക്കാൻ ജീവിക്കാൻ തന്ന അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുക. എത്ര കൂട്ടുകാരൻ ഇങ്ങനെ നന്ദി പറയുന്നുണ്ട്? കൈകാലുകൾ തന്നതിന്, ആരോഗ്യം തന്നതിന്, നമുക്ക് കാഴ്ച തന്നതിന്, കേൾവി ശക്തി തന്നതിനൊക്കെ ദൈവത്തിന് നന്ദി പറയണം. ഇപ്പോൾ ബർത്ത്ഡേ ദിവസം പപ്പയും മമ്മിയും ഒക്കെ നമുക്ക് കേക്കും പുതിയ ഡ്രസ്സും ടോയ്സും ഒക്കെ വാങ്ങി തരുമ്പോൾ ഓർക്കുക, യേശുവപ്പച്ചൻ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. റെഡി? ഇപ്പോൾ ബർത്ത്ഡേയുടെ എന്ത് ചെയ്യണം? നല്ല ഫോട്ടോ, പഴയ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങൾ നോക്കി അടുത്ത ഈ പ്രോഗ്രാമിലൂടെ നമുക്കത് അനേകരെ കാണിക്കാം. ഗോഡ് ബ്ലെസ് യു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്റെ ബർത്ത്ഡേ ഭയങ്കര ഇഷ്ടമാണ്. ആ ബർത്ത്ഡേക്ക് വേണ്ടി ഞാനിങ്ങനെ ആ ഡേറ്റിനായിട്ട് കാത്തിരിക്കും. കൂട്ടുകാരും മിഠായിയും കേക്കും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒത്തുള്ള ബർത്ത്ഡേ ആഘോഷം എന്ത് രസമാണല്ലേ. അതുകൊണ്ട് നിങ്ങളുടെ ബർത്ത്ഡേ ആഘോഷങ്ങളുടെ ഫോട്ടോസ് ഞങ്ങൾക്ക് അയച്ചു തരിക. സാറ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? യെസ്. ഇനി നമ്മൾ കുഞ്ഞിത്താരങ്ങളിലേക്ക് പോവുകയാണ്. ഇന്ന് നമുക്ക് ഒരു അടിപൊളി കുഞ്ഞിത്താരം നമ്മോടൊപ്പം ഉണ്ട്. ആരാണെന്ന് അറിയണ്ടേ? ജിയോന ഷിനു. നമുക്ക് ജിയോന ഷിനുവിനെ സ്വാഗതം ചെയ്യാം. ഹായ് കൂട്ടുകാരെ, പെസിലോഡ് ബൈബിളിൻഡസ് ജെൻസിസ് സെസോർസ് ലെവിറ്റിക്കസ് നമ്പേഴ്സ് ന്യൂട്ടോമി ജോഷുവ ജഡ്ജസ് യൂത്ത് ഫസ്റ്റ് സാമുവൽ സെക്കൻഡ് സാമുവൽ ഫസ്റ്റ് കിങ് സെക്കൻഡ് കിങ് ഫസ്റ്റ് ക്രോണിക്കൽസ് സെക്കൻഡ് ക്രോണിക്കൽസ് എസ്തർ നെഹമ്യാ എസ്റ്റർ ജോബ് Psalms, Proverbs, Ecclesiastes, Song of Songs, Isaiah, Jeremiah, Anderson, Ezekiel, Daniel, Hosea, Joel, Amos, Hosea, Jonah, Micah, Habakkuk, Zephaniah, Zechariah, Malachi, Matthew, Mark, Luke, John, Acts, Romans, 1 Corinthians, 2 Corinthians, Galatians, Ephesians, Philippians, Colossians, 1 Thessalonians, 2 Thessalonians, 1 Timothy, 2 Timothy, Titus, Philemon, Hebrews, James, 1 Peter, 2 Peter, 1 John, 2 John, 3 John, Jude, Revelation. ഹായ് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ബൈബിൾ ഇൻഡസ് പഠിക്കണം കേട്ടോ. ഗുഡ്. ഇനി അടിപൊളി ഒരു കുഞ്ഞിത്താരം ഒരു സൂപ്പർ പാട്ടുമായി റെഡി ആയിട്ടിരിക്കുകയാണ്. ആ കുഞ്ഞിത്താരത്തെ സ്വാഗതം ചെയ്യുന്നു. നിൻ സാമീപ്യം പോരായി.
ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇനി നമ്മൾ മനോഹരമായ ഒരു കഥ കേൾക്കാൻ പോവുകയാണ്. നല്ലൊരു കഥയുമായി ഒരു കൊച്ചു മിടുക്കി കാത്തിരിക്കുകയാണ്. ആ മിടുക്കിയെ സ്വാഗതം ചെയ്യുന്നു. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് യോനയും തിമിംഗലവും എന്ന് പറയുന്ന കഥ അറിയാവോ? എന്നാൽ ഇതാ കേട്ടോളൂ. പണ്ട് ഇസ്രായേലിൽ ഒരു പ്രവാചകൻ താമസിച്ചിരുന്നു. ആ പ്രവാചകന്റെ പേരാണ് യോന. യോന ഒരു നല്ല മനുഷ്യനായിരുന്നു. യോന ദൈവത്തെ സ്നേഹിച്ചിരുന്നു. ജനങ്ങൾ യോനയെ സ്നേഹിച്ചിരുന്നു. ദൈവം അതുപോലെ യോനയെ സ്നേഹിച്ചിരുന്നു. ഒരു ദിവസം യോനയുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷനായി. യോനെ, നീ ഒരു കാര്യം ചെയ്യണം. യോനെ, നീ നിന്റെ അയൽ രാജ്യമായ നിനവേയിലെ ആൾക്കാർ ദുഷ്ടരാണ്. അവിടുത്തെ രാജാവ് മടിയനാണ്. അവിടുത്തെ ജനങ്ങൾ ദുഷ്ടരാണ്. അവിടുത്തെ പാവങ്ങൾ വിശന്ന് വലയുകയാണ്. നീ അവിടെ ചെന്ന് പറയൂ, 40 ദിവസത്തിനുള്ളിൽ ഞാൻ ആ നിനവേയെ നശിപ്പിച്ചിരിക്കും. യോന പറഞ്ഞു, ദൈവമേ, അവർ ഞങ്ങളെ ഉപദ്രവിക്കും. അതുമാത്രമല്ല, ഞാൻ നിങ്ങളുടെ ശത്രുവായ നിനവേയെ രക്ഷിച്ചാൽ എന്നെ ഇസ്രായേലിൽ നിന്ന് പുറത്താക്കും. അവർക്ക് എന്നോട് ദേഷ്യമാവും. യോനെ, ഞാൻ പറയുന്ന അനുസരിക്കൂ. യോന ദൈവം പറയുന്ന കേട്ടു, പക്ഷെ അനുസരിക്കാൻ തയ്യാറായില്ല. യോന മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നു. യോന കടൽക്കരയിലെത്തി. അവിടെ ഒരു കപ്പൽ തയ്യാറായി നിൽപ്പുണ്ട്. ആ കപ്പൽ നിനവേയിലേക്കായിരുന്നു പോകുന്നത്. ആ കപ്പലിൽ കയറി യോന. കപ്പലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ യോന ഏറ്റവും അടിത്തട്ടിൽ കയറി കിടന്ന് ഉറങ്ങി. കുറച്ചു ദൂരം പോയപ്പോൾ അവർ ശക്തമായ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു. ആർക്കും ഒന്നും മനസ്സിലായില്ല. അവർ ദൈവത്തെ വിളിച്ച് കരയാൻ തുടങ്ങി. അവർ ആരാധിച്ചിരുന്ന സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ ആയിരുന്നു. അവർ ആഞ്ഞു വിളിച്ച് കരഞ്ഞു ദൈവത്തോട്. യോന അവിടെ അടിൽത്തട്ടി കയറി കിടന്നുറങ്ങുന്ന ഒരാൾ കണ്ടു. അവിടെ ചെന്ന് യോനയെ വിളിച്ചു. യോനെ, നിനക്ക് രക്ഷപ്പെടണ്ടേ? നീയും ചെന്ന് നിന്റെ ദൈവത്തോട് ആരാധിക്കും. വേണ്ട, ഇത് ഞാൻ കാരണമാണ്. പിന്നെ എല്ലാവരും പറഞ്ഞു അവരവരുടെ ചരക്കുകൾ വെളിയിലേക്ക് വലിച്ചെറിയുവാൻ. എന്നാലും ഒരു സംഭവവും സംഭവിച്ചില്ല. യോന പറഞ്ഞു, നിങ്ങൾ എന്നെ കടലിലേക്ക് വലിച്ചെറിയുന്നത് തന്നെയാണ് നല്ലത്. ഇല്ല യോനെ, ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. അവർ നറുക്കിട്ട് നോക്കി. അതിൻ്റെ അകത്തും യോനയുടെ പേര് വന്നു. അവസാനം അവർക്ക് വേറൊരു വഴിയും ഇല്ലാണ്ട് അവർ യോനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. യോന കടലിൽ കൂടെ പോകുമ്പോൾ പെട്ടെന്നൊരു തിമിംഗലം വന്ന് യോനെ വിഴുങ്ങി. 3 രാവും 3 പകലും തിമിംഗലത്തിന്റെ വയറ്റിയിരുന്ന് യോന ആരാധിച്ചു ദൈവത്തോട് മാപ്പ് ഏറ്റു പറഞ്ഞു. 4-ാം ദിവസം യോനെ നിനവേയിലേക്ക് ഛർദിച്ചിട്ടു. നിനവേയിൽ ചെന്ന് യോന എല്ലാവരോടും ദൈവത്തിന്റെ കൽപ്പനകൾ പറഞ്ഞു. 40 ദിവസത്തിനുള്ളിൽ ഈ ലോകം നശിപ്പിക്കാൻ പോകുന്നു ദൈവം. എല്ലാവരും ഇത് കേട്ട് ഭയന്നു. അവർ എല്ലാവരും ദൈവത്തെ വിളിച്ചു. രാജാവ് ചെയ്ത തെറ്റുകൾക്കെല്ലാം ദൈവത്തോട് മാപ്പ് പറഞ്ഞു. 3 ദിവസം എല്ലാവരും ഉപവസിച്ച് ദൈവസന്നിധിയിലേക്ക് മാറി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കുഞ്ഞു കഥ നിർത്തുന്നു.